ഹലോ കൂട്ടുകാരെ, 4-ാം തീയതി വരുന്ന ന്യൂ മൂൺ ഇൻ ലിയോ, അവിടെ നിന്ന് തൊട്ട് 8/8 പോർട്ടൽ വരെ ഓഗസ്റ്റ് 8-ാം തീയതി വരെയുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി അപ്ഡേറ്റ് ആണ് തരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ, അതായത് 2024 ഏറ്റവും ഹെവി എനർജീസ് ഉള്ള പോർട്ടൽസിലൊന്നാണ് ഈ 8/8 പോർട്ടൽ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അതായത് ഏകദേശം ഈ ഒരു മാസത്തിൽ 13 പോർട്ടൽസ് വരുന്നുണ്ട്. അതിൽ 4 ഡീറ്റെയിൽസ്, അതായത് ഈ 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കളക്റ്റീവിൽ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇനിയൊരു കാര്യം, കളക്റ്റീവ് അപ്ഡേറ്റ് ആണ്, ആർക്ക് എത്രത്തോളം റെസൊനേറ്റ് ആവുന്നോ അത്രമാത്രം എടുക്കുക. ഇനിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ ജേർണിയിൽ വെരി ഇനീഷ്യൽ സ്റ്റേജിലുള്ളവർക്ക്, കുറച്ച് ഹീലായവർക്ക് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഇതിൽ കളക്റ്റീവായിട്ട് ഇടാൻ പോവുകയാണ്. ആർക്ക് എത്ര റെസൊനേറ്റ് ആവുന്നോ അത്രമാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ന്യൂ മൂണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 4-ാം തീയതി ആക്ച്വലി ന്യൂ മൂണിൻ്റെ ഒരു എനർജീസ്, ആ ഒരു എനർജിയുടെ ഇമ്പാക്റ്റ് നമുക്ക് ജൂലൈ 30-ാം തീയതി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പലർക്കും ഹാർട്ട് ചക്രയിൽ ഹെവിനെസ് ഒക്കെ തോന്നുന്നത്, പേർജിങ് നടക്കുന്നതൊക്കെയും. അപ്പോൾ ലിയോ എന്ന് പറയുന്നത് ഒരു മസ്കുലൈൻ എനർജീനെ കാണിക്കുന്ന സൈനാണ്. അതായത് സ്ട്രെങ്ത്തിൻ്റെ സൈനാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് സൈനാണ്, പ്രൊട്ടക്ഷൻ്റെ സൈനാണ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ന്യൂ മൂൺ ആയതുകൊണ്ട് ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ആണോ, എന്തൊക്കെ ഓൾഡ് പാറ്റേൺസ് ആണോ നമ്മൾ പേടിയോടെ ഹോൾഡ് ഓൺ ചെയ്തിരുന്നത്, അതൊക്കെയും നമുക്ക് ട്രിഗറായി സർഫേസിൽ വരും. അല്ലെങ്കിൽ ആ ഒരു ലെസൺസ് പഠിച്ചവർക്ക് അത് ലീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, ട്രസ്റ്റ് യുവർ ഫീലിംഗ്. നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ എന്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, അത് കേട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ നിന്നും പോകേണ്ട കാര്യങ്ങളൊക്കെയും പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ, അതായത് ഒരു ജോലി ആയിരിക്കാം, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർമിക് കണക്ഷൻ ആയിരിക്കാം പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് ഇനി നാളെ എന്താണെന്നുള്ള പേടി വേണ്ട, കാരണം എവറിത്തിങ് വിൽ ബി ടേക്കൻ കെയർ എന്നാണ് ഇവിടെ, അതായത് ആ ഒരു ഡൗൺലോഡിൽ കിട്ടിയിരിക്കുന്നത്. സോ ആ ഒരു പേടിയില്ലാതെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ അതേപടി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ന്യൂ മൂൺ പോർട്ടലിൽ. അതല്ലാതെ 4th തന്നെ വീനസ് ഇൻ വെർഗോ, ഈ ഒരു കോസ്മിക് എനർജീസിൻ്റെ എഫക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു പോർട്ടൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും അൺറിസോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അതൊക്കെയും ഒരു സൊല്യൂഷനിലേക്ക് വരുന്ന ഒരു സമയമാണ്. സോ ഇൻ പെർട്ടിക്കുലറായിട്ട് ട്വിൻ ഫ്ലെയിംസിൽ ഇതുവരെ കമ്മ്യൂണിക്കേഷനിൽ ഇല്ലാത്ത, നന്നായിട്ട് ഹീലായിട്ടുള്ള DFs ഒക്കെ ആണെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, യൂണിയൻ, കമ്മിറ്റ്മെൻറ്റ്, റിയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ ഒരു പോർട്ടൽ തൊട്ട് ഇങ്ങോട്ട് 11 പോർട്ടൽ വരെ കളക്റ്റീവായിട്ട് റിയൂണിയൻസ്, പെർമനൻറ്റ് യൂണിയൻസ് നടക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷത്തിൽ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് 5th ഓഗസ്റ്റ് തൊട്ട് 27th ഓഗസ്റ്റ് വരെ മെർക്കുറി റെട്രോഗേറ്റ് ഇൻ വെർഗോയിൽ. അപ്പോൾ മെർക്കുറി റെട്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, പ്രത്യേകിച്ചും റെട്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലാനറ്റും ബാക്കിലേക്ക് മൂവ് ആവുന്ന, അതായത് വിപരീത ദിശയിൽ മൂവ് ആവുന്ന ഒരു പ്രതിഭാസം, അതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പാസ്റ്റിലുള്ള നമ്മളുടെ പിന്നെയും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള എനർജീസ് ഒക്കെയും സർഫേസിൽ വരും. ഇത് ഇൻ പെർട്ടിക്കുലറായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അൺഹീൽഡ് ആയിട്ടുള്ള പാർട്ട് വരാം. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിൽ ലെസൺസ് പഠിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു കണക്ഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഓടുകയാണെന്ന് വിചാരിച്ചോളൂ. അത് ഏതെങ്കിലും ഒരു കാർമിക് കണക്ഷൻ ആവാം, ഏതെങ്കിലും ഒരു ജോലി ആവാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ഏതെങ്കിലും കൊളീഗ്സ് ഒക്കെ ആവാം. അവരൊക്കെയും പിന്നെയും കോണ്ടാക്റ്റിൽ വരികയും
ആ ഒരു ലെസൺ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഒബ്വിയസ്ലി ഇതൊരു ഈ ഒരു സമയത്ത് മെർക്കുറി റെട്രോഗേറ്റിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ്, മെസ്സേജുകൾ അയക്കുന്നതിന് മുമ്പ്, മെയിൽ ഒക്കെ അയക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. ആൻഡ് അടുത്തതായിട്ട് 88 പോർട്ടൽ. 88 പോർട്ടൽ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8 ആണ്. ഇപ്രാവശ്യം 888 പോർട്ടൽ എന്ന് പറയാം. ഇന്നലെ പറഞ്ഞ പോലെ 2024 എന്ന് പറയുന്നത് ടോട്ടൽ വരുന്നത് 8 ആണ് ആസ് പെർ ന്യൂമറോളജി. സോ 888 പോർട്ടൽ എന്നും പറയപ്പെടുന്നുണ്ട്. 9 വർഷങ്ങളിൽ ഒരിക്കലാണ് ഇങ്ങനെ ഒരു പോർട്ടൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സമയം എത്രത്തോളം സ്പെഷ്യലാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർക്കെന്ന്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് കാർമിക് ക്ലിയറൻസ്, ഇൻഫിനിറ്റ് അബൻഡൻസിൻ്റെ ഒരു സമയം, നമ്മളുടെ ഉള്ളിലെ സ്പിരിച്വൽ ലൈറ്റ് അടുത്ത ലെവലിലേക്ക് പോകുന്ന ഒരു സമയം ഒക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് എനർജീസ് ഹെവി ആയിരിക്കും. കാരണം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോർട്ടൽസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കോസ്മിക് എനർജീസുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ അൺഹീൽഡ് ആയിട്ടുള്ളത്, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും യൂണിവേഴ്സായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ DFനും DMനും 2 പേർക്കും, അതായത് കൗണ്ടർ പാർട്ടിനും അത്രയും തന്നെ ഹെവി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മൈൻഡ് സെറ്റിലാണ് എങ്കിൽ നിങ്ങൾ അബൻഡൻസിനെ അട്രാക്റ്റ് ചെയ്യും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ ടാപ്പിംഗ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അത്രയും പോസിറ്റിവിറ്റിയിൽ, അത്രയും ഒരു ഹയർ വൈബ്രേഷനിൽ നിൽക്കുകയാണെങ്കിൽ, അതല്ല നിങ്ങളൊരു ലാക്കിൻ്റെ മൈൻഡ് സെറ്റിലാണെങ്കിൽ തിരിച്ച് നമ്മൾക്ക് ഇതെല്ലാം ഒരു ഹെവിനെസ് ആയിരിക്കും ഫീൽ ആവുന്നത്. അതായത് ഹാർട്ട് ചക്രയിൽ ഹെവിനെസ്, പേർജിങ് ഒക്കെയും വരും. അതല്ലാതെ പലതരത്തിലുള്ള കാർമിക് ട്രിഗേഴ്സ്, ഒരു റൂട്ട് ചക്ര, ഫിയർ ബേസ്ഡ് എനർജിയിലായിരിക്കും നമ്മൾ ഇനിയും കൂടുതൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നെയും ട്രിഗർ വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെൽഫ് വർത്ത് ഇഷ്യൂസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സമയമായിരിക്കും ഇത്, നമ്മൾ ഒരു പക്ഷെ ഒരു ലാക്കിൻ്റെ എനർജിയിലാണെങ്കിൽ. അപ്പോൾ കളക്റ്റീവായിട്ട് പറഞ്ഞു എങ്കിലും ഫെമിനൈൻ എനർജിക്കുള്ള ഒരു ഗിഫ്റ്റുകൾ എന്താണ് ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ എക്സ്പ്രസീവ്നെസ് ആണ്. ഒരു വാംത്ത് കിട്ടും, ലോയാലിറ്റി കിട്ടും, അവർക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടും. അതായത് അവർ നന്നായിട്ട് ഹീലായി ഓൾമോസ്റ്റ് കംപ്ലീഷനിൽ വരാറായ ഒരു DFനാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഇത്ര നാളും ചെയ്തിരുന്ന ഒരു കാര്യത്തിന്, അതായത് ഇത്രയും ഹാർഡ് വർക്ക്, അതിന് ഒരു പേ ഓഫ് കിട്ടുന്നതാണ്. അത് അവരുടെ അബൻഡൻസ് ആയിരിക്കാം, അവരുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇമോഷണലി അവർ വന്ന് എക്സ്പ്രസ് ചെയ്യാം. കാരണം ത്രോട്ട് ചക്രയൊക്കെയും ഓപ്പൺ ആവും. ഇതല്ലാതെ ഈ ഒരു യൂണിയനിലേക്ക് അടുക്കുന്ന DFസിന് കുറച്ച് പേർജിങ് നടക്കുന്നതാണ്. ഇൻ പെർട്ടിക്കുലറായിട്ട് ഒരു ഫീവറൊക്കെ വന്ന പോലെ, ടെമ്പറേച്ചറൊക്കെ ഉള്ളതുപോലെ ഒരു ഫീലിങ്. അതേപോലെ തന്നെ റൈറ്റ് കാൽമുട്ട് കൂടുതലായിട്ട് വേദന, ആൻഡ് കാൽപാദത്തിൽ കൂടുതലായിട്ട് വേദന. ഇതൊക്കെയും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു അൺറിസോൾവ്ഡ് ഇഷ്യൂസ് യൂണിവേഴ്സായിട്ട് ഹീൽ ചെയ്യുന്നത് കൊണ്ടും നമ്മളുടെ എനർജീനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് കൊണ്ടുമാണ്. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പല കാര്യങ്ങളിലും ഒരു ക്ലോഷ്യർ, ഒരു നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ടുള്ള ഒരു ക്ലോഷ്യർ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ കളക്റ്റീവായിട്ട് DMൻ്റെ എനർജി വന്നിട്ട് റിയലൈസേഷൻ്റെ ആണ്. അവർ റിയലൈസ് ആവുകയാണ് ഈ കണക്ഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷനെ അവർക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്തത്, ഇതിൽ നിന്നും അവർക്ക് തിരിഞ്ഞ് പോകാൻ പറ്റാത്തതെന്നുള്ളത്. റെസ്പോൺസിബിലിറ്റി,
ഈ ഒരു കണക്ഷനിൽ എന്ത് ഉത്തരവാദിത്തമാണ് അവർക്ക് നിറവേറ്റാനുള്ളത് എന്നുള്ള ഒരു ആലോചനയിലാണ്. ഇവരുടെ റൂട്ട് ചക്രയും സേക്രൽ ചക്രയിലും നന്നായിട്ടൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ കൊണ്ടൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഇവർക്ക് ഈ ഒരു കണക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം കറൻറ്റ് ലൈഫിലെന്നുള്ളത് ആലോചിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ട്വിൻ ഫ്ലെയിം ജേർണി, അതായത് അവരുടെ കൗണ്ടർ പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക്, ആ ഒരു ആലോചനയിലേക്ക് വരികയാണ്. ടോട്ടലി എന്തെങ്കിലും കാർമിക് പാറ്റേൺ ഇവരുടെ ലൈഫിലുണ്ടെങ്കിലും അത് നന്നായിട്ട് ട്രിഗർ ചെയ്യുകയും അവിടെ കിട്ടുന്ന ട്രിഗേഴ്സിനെ എങ്ങനെ, ഇതൊരു കാർമിക് ട്രിഗേഴ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് ലെസണാണ് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വരുന്നു. അതേപോലെ തന്നെ ആക്ഷൻ എടുക്കണമെങ്കിൽ അതിന് ഡിവൈൻ തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സറണ്ടർ സ്റ്റേജിലേക്ക് DMs വരികയാണ്. അപ്പോൾ ഇത്രയുമാണ് കളക്റ്റീവ് എനർജി. റെസൊനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, മണി റേക്കി ഹീലിങ്ങിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.